മതേതരത്വം, മതസൗഹാർദ്ദം, ഈ രണ്ട് വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. അതെന്തിനാണ് ഈ ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിരിക്കാതെ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ മതം കണ്ടുപിടിച്ചതും ജാതി കണ്ടുപിടിച്ചതും ദൈവങ്ങളെ എല്ലാം കണ്ടുപിടിച്ചതും എല്ലാം മനുഷ്യൻ. എന്നിട്ട് ഇവരെ തമ്മിൽ തല്ലി വണ്ടാറടക്കിയതിന് ശേഷം ഞങ്ങൾ സൗഹൃദമാണ് എന്ന് ഒന്ന് ആലോചിക്കുക. അങ്ങനെയാണ് പിന്നെ ഈ സാധനങ്ങളൊന്നും കണ്ടുപിടിക്കാതിരുന്ന ചപ്പോരെ, ഈ മതവും ജാതി എല്ലാം കണ്ടുപിടിക്കാതിരുന്നപ്പോൾ ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഞങ്ങളെല്ലാം ഒന്നാണ്, ഞങ്ങൾ ഭയങ്കര ഐലവ്യാണെന്ന് പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനകത്തെ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി എടുത്താൽ മാത്രം മതി. അതായത് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു ജീവി ഭൂമിയിൽ ഉടലെടുക്കുന്നു. അതിനുശേഷം ഇവൻ വേട്ടയാടുന്നു, ഭയങ്കര പരിപാടിയൊക്കെ. വേട്ടയാടലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം തീ കണ്ടുപിടിക്കുന്നു, പിന്നെ ചക്രം കണ്ടുപിടിക്കുന്നു, കൃഷിപ്പണിയിലോട്ട് കിടക്കുന്നു. അങ്ങനെ മനുഷ്യൻ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് എവിടെ വെച്ചോ ഇവൻ ജാതി മതം എന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നു. പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വേർതിരിയുന്നു. മനുഷ്യനെല്ലാം ഒന്നാണ്, നിറത്തിൻ്റെയും എല്ലാം പേരിലും പിന്നെ ജാതിയുടെ മതത്തിൻ്റെ പേരിലും എല്ലാം ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിയുന്നു. മതം കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ മതക്കാർക്കും പ്രത്യേക രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, പിന്നെ പോരാത്തതിന് പ്രത്യേക രീതിയിലുള്ള വേഷവിധാനങ്ങൾ, അങ്ങനെയൊക്കെ മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാവുന്ന ഒരു പരിവായി ഇയാൾ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണെന്ന്. പിന്നെ പോരാത്തതിനും മറ്റ് രാജ്യങ്ങളിൽ നിന്നും പല രീതിയിലുള്ള ജാതിയും മതങ്ങളും ഒക്കെ നമ്മുടെ ഇങ്ങോട്ട് വരുന്നു. ഇന്ത്യയിലെ കാര്യം മാത്രമാണ് പറയുന്നത്, ലോകത്തെല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് പിന്നെ ദത്തെടുത്തിട്ടുള്ള പല മതങ്ങൾ ഇങ്ങോട്ട് വരുന്നു. അവർ ഇതുപോലെ തന്നെ പുതിയ ആചാരാനുഷ്ഠാനങ്ങളും മറ്റതും മറിച്ചതൊക്കെ വരുന്നു. ഈ പറഞ്ഞ പോലെ വേഷവിധാനത്തിൽ പോലും മനുഷ്യനെ തമ്മിൽ തിരിച്ചറിയാവുന്ന ഭാഗത്തിനാവുന്നു. പിന്നെ അതുപോലെ മനുഷ്യന്മാരുടെ പേരുകൾ കേട്ടാൽ പോലും അയാൾ ഇന്ന മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിയുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ വരെ വന്നു ചേരുന്നു. അതായത് ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പേരുകൾ, മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പേരുകൾ, ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പേരുകൾ. അതായത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പേരുകളിലെ പേറ്റന്റ് എടുത്ത് വെച്ചിരിക്കുക. മനസ്സിലായി? ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള പേരുകളും ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ എന്നാലും നമുക്ക് ചില പേരുകൾ കേൾക്കുമ്പോഴത്തേക്ക് അവൻ ക്രിസ്ത്യാനിയാണേ, അവൻ മുസ്ലിമാണ്, അവൻ ഹിന്ദുവാണ് എന്ന് തിരിച്ചറിയുന്ന രീതിയിലോട്ട് വരിക. അപ്പോൾ ഇതുപോലെ ആൾക്കാരെ തമ്മിൽ പരസ്പരം തിരിച്ചറിയുന്ന രീതിയിലോട്ട് മതങ്ങളും മറ്റതും മാങ്ങാത്തലിയും എല്ലാം കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ കിടന്നുകൊണ്ട് ഞങ്ങൾ മതസൗഹാർദ്ദമാണെന്നും പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് പെട്ടോണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഒരു അരവണപ്രസാദം ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ഇതൊരു ഹിന്ദു കഴിക്കുന്ന വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു റീച്ചും ഇല്ല, റീൽസ് ഇട്ട് കഴിഞ്ഞാൽ റീച്ചില്ല. അതിന് പകരമായിട്ട് ഇവൻ ചെയ്യുന്ന പരിപാടി എന്നാണെന്നറിയോ? ഏതെങ്കിലും ഒരു മുസ്ലിം കൂട്ടുകാരനെ വിളിക്കും, എന്നിട്ട് അത് ചുമ്മാ വന്നാൽ പറ്റുമല്ലോ, അവൻ്റെ ഉണ്ടെങ്കിൽ തലേ തൊപ്പി വേണം, സ്ത്രീകളാണെങ്കിൽ തട്ടം വേണം. എന്നിട്ട് ഈ അരവണപ്രസാദം എടുത്ത് കൊടുക്കുന്നു. കൊടുത്ത് കഴിയുമ്പോൾ ഇവൻ കഴിക്കുന്നു. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ ബാക്കിലൊരു പാട്ടും കൂടെ ഇടുന്നു. ഒന്ന് ആലോചിച്ച്, മനുഷ്യനെ തമ്മിൽ വേർതിരിച്ചത് തന്നെ ഈ മനുഷ്യന്മാർ തന്നെ. ജാതിയും മതം കണ്ടുപിടിച്ചതിന് ശേഷം ഞങ്ങൾ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പറഞ്ഞു നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? മതസൗഹാർദ്ദമാണോ വേണ്ടത്, മനുഷ്യ സൗഹാർദ്ദമാണോ വേണ്ടത്? ഈ മതങ്ങളില്ലായിരുന്നെങ്കിൽ മനുഷ്യ സൗഹാർദ്ദം സ്വാഭാവികമായിട്ടും വന്നേനല്ലോ. ഈ പണ്ടാരം കണ്ടുപിടിച്ചതല്ലേ ഈ കുഴപ്പം. മതസൗഹാർദ്ദം കാണിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചിരി വരും. നമ്മൾ ഇതിനകത്തുനിന്നൊക്കെ ഇറങ്ങണം. അതായത് മതത്തിനകത്തുനിന്നും ജാതിക്കകത്തുനിന്നും ഈ ദൈവങ്ങൾക്കകത്തുനിന്നും പുറത്തോട്ട് ഇറങ്ങണം. പുറത്തോട്ട് ഇറങ്ങിയിട്ട് നോക്കിക്കഴിഞ്ഞാലേ ഉള്ളൂ ഇതൊക്കെ വൻ കോമഡി ആയിട്ട് തോന്നത്തുള്ളൂ. ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ മുന്നിൽ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കി കൊടുക്കുക. സൂപ്പർ അല്ലേ? അതുപോലെ തന്നെ പൊങ്കാല തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മുസ്ലിം സഹോദരൻ വന്നു നിന്നുകൊണ്ട് നമുക്ക് നോമ്പാണെങ്കിൽ പോലും നമ്മൾ വെള്ളം കൊടുക്കണം എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് നോമ്പ് വിടാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇതുപോലെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് ഞങ്ങളുടെ കേരളം, ദ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറയും. എന്ത് പെടാപ്പാടാ പെടുന്നതെന്നൊന്നും ആലോചിച്ച് നോക്കിയേ. ആലോചിച്ച് പണ്ട് ഇങ്ങനെ വല്ലതൊക്കെ ഉണ്ടായിരുന്നോ? ഇപ്പം ഇതൊക്കെ മുഴച്ച് നിൽക്കുക. പണ്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക എല്ലാം ചെയ്തിട്ടൊക്കെ ഉണ്ട്. അവിടെയും ജാതി മതമൊക്കെ ഉണ്ടായിരുന്നു അന്നും. പക്ഷേ ഇതുപോലുള്ള പ്രഹസനങ്ങൾ കുറവായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞ ഒരു അസ്വാഭാവികതയായിട്ട് എല്ലാവർക്കും തോന്നുന്നതേ. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ പട്ടി കടിച്ചെന്ന് പറയുന്ന പോലത്തെ ഒരു അസ്വാഭാവികത. മനസ്സിലായോ? അതായത് നമ്മളൊരു പത്രത്തിൻ്റെ ഒരു സെക്കൻഡ് ലാസ്റ്റ് പേജാന്ന് തോന്നുന്നു എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനുഷ്യന്മാർ വെട്ടിക്കൊന്നും അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നതും കൊച്ചു കുട്ടികളെ പീഡിപ്പിക്കുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം ഇങ്ങനെ വായിച്ച് നമ്മുടെ തലച്ചോറ് അതൊന്നും വലിയ കുഴപ്പം, അതെന്തോ സ്വാഭാവിക വാർത്തയാണെന്നായിപ്പോയി. മനസ്സിലായി? അതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരു പട്ടി കടിച്ചെന്ന് പറഞ്ഞൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ അയ്യോ വണ്ടാറടങ്ങുന്നേന്ന് പറയും. ശരിയല്ലേ? എന്ന് പറഞ്ഞ പോലെ ഇതെന്തോ അസ്വാഭാവികതയാണ്. രണ്ട് പൂച്ചകൾ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തോന്നുന്നു, നോ പ്രോബ്ലം. രണ്ട് എലികൾ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നും തോന്നാം. രണ്ട് പാമ്പ് ഒന്നിച്ചിരുന്ന, രണ്ട് കോഴി ഒന്നിച്ചിരുന്നു, രണ്ട് പുലി ഒന്നിച്ചിരുന്നു, നമുക്ക് എന്തെങ്കിലും തോന്നുമോ? ഒരിക്കലും തോന്നില്ല. പക്ഷേ ഈ പുലിയും പൂച്ചയും പാമ്പും കാക്കയും കോഴിയും എലിയും എല്ലാം കൂടെ ഒന്നിച്ചിരിക്കുമ്പോഴത്തേക്കും ഹമ്പാടാ ഭയങ്കര ഒരു അത്ഭുതം തന്നെ അല്ലേ? ചേരാത്തവർ തമ്മിൽ ചേർന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ഒരു മൂന്ന് മനുഷ്യന്മാർ, അതായത് വസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ ഏത് മതമാണോ ഏത് ജാതിയാണെന്നും തിരിച്ചറിയത്തില്ല. അത് സാധാരണ ഒരു മനുഷ്യന്മാർ 3 പേരിങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തോന്നുമോ? ഒന്നും തോന്നത്തില്ലല്ലോ. അതേസമയം ഇവർ ഒരാൾ തൊപ്പിയും വെച്ച്, ഒരാൾ മറ്റേ ഒരു കൊന്തയിട്ട്, ഒരാൾ കാവിയൊക്കെ എടുത്തോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 3 മതമായി അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്തൊരു മതസൗഹാർദ്ദം,
ഇതാണ് ഞങ്ങളുടെ കേരളം എന്നാലും അവിടെ അസ്വാഭാവികത എന്ന് പറഞ്ഞ സാധനം വരിക. അതായത് ചേരാത്തവർ തമ്മിൽ ചേർന്നെന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം, ഒരു ഫീലിങ്സ് അങ്ങ് തോന്നുക, ശരിയല്ലേ? ഇനി അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജാതിയില്ല മതമില്ല എന്ന് ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്തിനാണ് ഈ ജാതി മത സംഘടനയിലൊക്കെ അംഗത്വം എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലാത്ത. അതായത് ഇവരെല്ലാവരും പറയും എനിക്ക് ജാതിയില്ല എന്നൊരു മനുഷ്യനാണെന്ന് പറയും. അതിനുശേഷം ഇവൻ അവൻ്റെ ജാതി സംഘടനയിൽ പോയി കുത്തിയിരിക്കുന്നത്, അതിൻ്റെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുന്നതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് നമ്മളൊരു ജാതി സംഘടനയിൽ അംഗത്വം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മീറ്റിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സംസാരിക്കുന്നത്? അവിടെ സംസാരിക്കുന്നത് നമ്മുടെ ജാതീയപരമായിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് നീങ്ങാം, നമ്മുടെ ജാതിക്കാരെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, അല്ലേ? സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് നമുക്ക് വരണം, അതിൻ്റെ പവർ, നമ്മുടെ ശക്തി നമ്മുടെ സമൂഹത്തിനെ കാണിക്കണം, അതിന് എടുക്കടാ കൂടി, ഇതല്ലേ അവിടെ സംസാരിക്കുന്നത്. അല്ലാതെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയുടെ GDP വളർച്ചയെ കുറിച്ചോ ഒന്നും അല്ലല്ലോ അവിടെ സംസാരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു ജാതി സംഘടനയിൽ അംഗത്വം എടുത്തിട്ട് അതിൻ്റെ മീറ്റിങ്ങിന് പോകുന്ന ഒരാൾക്ക് എനിക്ക് ജാതി ഇല്ല മതമില്ല എന്ന് പറയാനായിട്ട് എന്ത് യോഗ്യതയിരിക്കുന്നത്? പിന്നെ ഈ മതേതരത്വം മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് വേറൊരു കോമഡി ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്നറിയോ? കൂട്ടുകാർ കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഇത് പിന്നെ വേറെ കാര്യം എടുത്ത് ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കില്ല, ഇത് ഈ മതം തലയ്ക്ക് പിടിച്ച ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ മതം തലയ്ക്ക് പിടിച്ച ആൾക്കാർ, അതായത് ഈ ജാതി സംഘടനകൾക്ക് അംഗത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂടിയിരിക്കുകയെന്ന് വെച്ചു. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഒരു ക്രിസ്ത്യാനി, ഒരു മുസ്ലിം, ഒരു ഹിന്ദു, ഇവർ 3 പേരും കൂടി ഇരിക്കുകയെന്ന് വെച്ചോ, 3 കൂട്ടത്തിലും പെട്ട ആൾക്കാർ. അപ്പോൾ ഇവർ ഏത് ലേബലിൽ അറിയപ്പെടുന്നതെന്നറിയോ? ഒന്നെങ്കിൽ നമ്മളെല്ലാം ഇന്ത്യൻസ് ആണെന്നുള്ള രീതിയിൽ പറയും, അല്ലെങ്കിൽ നമ്മളെല്ലാം കേരളീയരാണെന്നുള്ള ലേബലിൽ അവിടെ ഇരിക്കത്തുള്ളൂ. ഇതിന് ശേഷം ഇത് സ്പ്ലിറ്റ് ആയിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രം ഇരിക്കുന്ന ഒരു കൂട്ടുകാർ കൂടി ഇരിക്കുന്ന ഒരു കൂട്ടുകാർ കൂടി ഇരിക്കുകയെന്ന് വെച്ചോ. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും ഇവർ ഈ ഷിയ സുന്നി അങ്ങനെ കുറേ വിഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ അതില്ല. അന്നേരത്തേക്കും നമ്മളെല്ലാം മുസ്ലിംസ് എന്ന് പറഞ്ഞൊരു സാധനമായിരിക്കും. എന്ന് പറഞ്ഞ പോലെ ക്രിസ്ത്യൻസ് കൂടി ഇരിക്കും, നമ്മൾ ഓർത്തഡോക്സുകാരും ഗാനായക്കാരും അലങ്കാരം അങ്ങനെ ഒരു സാധനമേ ഇല്ല. നമ്മളെല്ലാം ക്രിസ്ത്യൻസ് എന്ന് പറയും. ഹിന്ദുക്കളാണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ SNDP, നായന്മാർ, ബ്രാഹ്മണന്മാർ, വിശ്വർമ്മജർ, അങ്ങനെ പല വിഭാഗക്കാരുണ്ടല്ലോ. ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ നമ്മൾ ഹിന്ദുസ് എന്നുള്ളൊരു സാധനം വരും. അതിനുശേഷം ഇത് വീണ്ടും സ്പ്ലിറ്റ് ആകുകയെന്ന് വെച്ചു. വീണ്ടും സ്പ്ലിറ്റായി താഴോട്ട് വന്നു കഴിയുമ്പോൾ ഗ്രാനായക്കാരൊക്കെ മാത്രമായിട്ടിരിക്കുകയാണെങ്കിൽ ഓർത്തഡോക്സുകാർ മാത്രമായിട്ടിരിക്കുകയാണ്. നമ്മൾ ഓർത്തഡോക്സുകാരല്ല ഒരൊറ്റ കെട്ടാണേ എന്ന് പറയും. അപ്പുറത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ സുന്നി വിഭാഗക്കാരല്ല, നമ്മൾ ഒരൊറ്റ കെട്ടാണേ. അപ്പുറത്ത് വരുമ്പോഴത്തേക്കും മറ്റേ നമ്മൾ SNDPക്കാരല്ല, നമ്മൾ നായന്മാരല്ല ഒരൊറ്റ കെട്ടാണേ എന്ന് പറയും. ഇത്രേ ഉള്ളൂ ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ. അതായത് മതം തലയ്ക്ക് പിടിച്ച ആൾക്കാരുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇവർ ഈ താഴെക്കിടയ്ക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പിന്നെ മേലോട്ട് ഇങ്ങനെ വന്ന് പല മതക്കാരായി കഴിയുമ്പോഴത്തേക്ക് മാത്രം നമ്മളല്ല ഇന്ത്യൻസ്, നമ്മൾ കേരളീയർ, നമ്മുടെ ചിറകളിലോടുന്നത് ഒരേ രക്തം, നമ്മുടെ മതസൗഹാർദ്ദം എന്ന് പറയും. ഇതൊക്കെയാണ് ഈ മതസൗഹാർദ്ദത്തിനകത്ത് കോമഡി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതായത് സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. ജാതിയും മതവും എല്ലാം കണ്ടുപിടിച്ചത് ഈ മനുഷ്യൻ തന്നെ. അതിനുശേഷം മനുഷ്യനെ തമ്മിൽ പരസ്പരം വേർതിരിച്ചതിന് ശേഷം ഞങ്ങൾ ഭയങ്കര സൗഹൃദമാണ്. അതായത് ഇങ്ങോട്ട് നോക്കൂ, എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് ക്രിസ്ത്യാനി, എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് മുസ്ലിം, ഞാൻ ഹിന്ദു. കണ്ടോ ഞങ്ങളുടെ സൗഹാർദ്ദങ്ങൾ? ഇങ്ങനെ തിരിക്കാൻ ആര് പറഞ്ഞടേ? മനസ്സിലായോ? ഇത് ആറ്റം ബോംബ് കണ്ടുപിടിച്ച പോലത്തെ ഒരു അവസ്ഥ. നല്ല സ്വന്തം സുരക്ഷയ്ക്കും ഭയങ്കര നന്മയ്ക്കും വേണ്ടിയിട്ട് ഏതാണ്ടാണ് ഈ ആറ്റം ബോംബ് എന്ന് പറയുന്ന സാധനം സേഫ് ആകാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. അതിനുശേഷം എല്ലാവരും ഈ ആറ്റം ബോംബ് കണ്ടുപിടിച്ച് എല്ലാവരും ഒട്ടുമിക്ക രാജ്യങ്ങളുടെ കയ്യിലുമുണ്ട്. അതിനുശേഷം ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ്. ഇത് അങ്ങോട്ട് പ്രയോഗിച്ചാൽ അവൻ ഇങ്ങോട്ട് തിരിച്ച് പ്രയോഗിക്കും. പണ്ടാരടങ്ങാൻ ഇതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് തീരുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ജാതിയും മതം ദൈവങ്ങളെ എല്ലാം കണ്ടുപിടിച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന പാട്ട് കേട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം കണ്ടുപിടിച്ച് അങ്ങോട്ട് വെച്ചു. അതിനുശേഷം ഇത് എപ്പോൾ പൊട്ടുമെന്ന് അറിയത്തില്ല, എപ്പോൾ വഴക്ക് പിടിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര സൗഹാർദ്ദമാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭിനയിച്ച് ഇങ്ങോട്ട് നടക്കും. എല്ലാവരും അല്ല കേട്ടോ, ഈ മതം തലയ്ക്ക് പിടിച്ചവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്നുകൂടെ പറയും, ഇനി എൻ്റെ തലയിൽ കയറിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ തലയിൽ കയറാണ്ട് ചില ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനർത്ഥം എന്താ? മതം തലയ്ക്കകത്തുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ, ഇത് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ പോരെ. ദേഷ്യപ്പെടാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയങ്കര മത തീവ്രവാദി ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് അതിനർത്ഥം. നന്ദി, നമസ്കാരം.